ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തായിക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയേണ്ടത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ, പോം വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞില്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്. ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷെ അവർക്കതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ ഈ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി, നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6. ശ്രുതികട്ടെ ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്നിനു വായിച്ചേ, ഒന്നിനു പറഞ്ഞേ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറല് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട്
പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരുകരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ ദൈവസ്നേഹത്തോടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആരാധനയുടെ ഈ നേരനുഭവത്തിലേക്ക് എന്നെ അവിചാരിതമായി ക്ഷണിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ മനഃപൂർവ്വം ഈ നിമിഷങ്ങളിലേക്ക് സ്വകാര്യ സ്നേഹത്തോടെ വിളിച്ചതാണെന്ന് ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ ജീവിതത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിലെ പുതിയ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തെ അഭിഷേകം ചെയ്യണമേ. പുതിയ പ്രത്യാശയെ അഭിഷേകം ചെയ്യണമേ. പുതിയ ആരോഗ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാ മേഖലകളിലും ജീവിതം കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. നമ്മൾ ആരാധനയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴ്
വളരെ സ്വകാര്യവും വ്യക്തിപരമായ ചില ജീവിത വിഷയങ്ങളുമായിട്ടാണ്. ക്ലിയറാണ്. പക്ഷേ ഈശോ ഇപ്പോൾ കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എംബ്ലമാണ്. ഈ മെസ്സേജിൽ കണ്ടത് ദാറ്റ് ഈസ് മോർ പേഴ്സണൽ. അതൊരു ഇൻ്റർനാഷണൽ വിഷയമല്ല, അതൊരു മോർ പേഴ്സണൽ വിഷയമാണ്. ഐക്യരാഷ്ട്രസഭ സത്യത്തിന് വേണ്ടി ശക്തിപ്പെടുന്നില്ലെങ്കിൽ ലോക യുദ്ധ താല്പര്യമുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അത് വ്യക്തിപരമായി നമ്മളെല്ലാവരെയും ബാധിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രാജ്യങ്ങളെ ഐക്യപ്പെടുത്തുകയും സമാധാനത്തെ പുലരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഐക്യരാഷ്ട്രസഭയെ നീ ആശീർവദിക്കുകയും തീരുമാനങ്ങളെ ആശീർവദിക്കുകയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ധാരണയുടെയും ആഗോള സുരക്ഷിതത്വത്തിന്റെയും പാതയിലേക്ക് രാജ്യങ്ങളെ നയിക്കണമേ. രാജാതിരാജ രാജ്യങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ. ഭൂമിയും അതിലെ രാജാക്കന്മാരെ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ, സ്വസ്ഥതപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. പക്ഷേ ഇതിലൊക്കെ അനുഗ്രഹം എന്താണെന്ന് ഞാൻ നോക്കുന്നത് വെച്ചാൽ, അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാനായിട്ട് കുറേ പേര് ഓടി വന്നെന്നുള്ളതാണ്. ആ അമ്മ അഡ്മിറ്റ് ചെയ്ത അമ്മ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മാതാവ് തന്നെ വന്ന് എന്നെ അവിടുന്ന് രക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് വന്ന് ഹോസ്പിറ്റലാക്കുകയും ഇടയ്ക്ക് വന്ന് എന്നെ കാണുകയും എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. ആ അമ്മ 3 മാസം മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മരണപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഞാൻ മാതാവിനോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എനിക്ക് അവർ വന്ന് എന്നെ അന്ന് സഹായിക്കാനായിട്ട് എന്നെ കൊണ്ടുവന്നത്. അതുകൂടാതെ അവിടുത്തെ എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ്, ഇത്രയും വലിയ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ റിക്കവറി വളരെ പെട്ടെന്ന് നടന്നത്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ സകല ഫ്രണ്ട്സും റിലേറ്റീവ്സും അവരുടെയൊക്കെ പ്രാർത്ഥന നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സഹായിക്കാനും ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. എൻ്റെ കസിൻസ് വന്നു, എൻ്റെ ബ്രദർ ഇൻ ലോ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കൊളീഗ്സും. ഒന്നും പോരാത്തതിന് എൻ്റെ കമ്പനിയുടെ CEO കൂടെ വന്നിട്ടാണ് എനിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി തന്നത്. അങ്ങനെയുള്ള ഒത്തിരി അനുഗ്രഹം കിട്ടിയതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ റിക്കവറി ആണെങ്കിലും ആക്സിഡൻറ്റ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് ജോലിക്ക് കയറി. വർക്ക് ഫ്രം ഹോം ആയിരുന്നു, പക്ഷേ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത മാസം ജാനുവരിയിൽ ഞാൻ തിരിച്ച് ഓഫീസിലും പോകാൻ തുടങ്ങി. അവിടുന്ന് വന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യം ഞാൻ ആഗ്രഹിച്ചോ അത് ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ എനിക്ക് തരുന്നുണ്ടമ്മ. അപ്പം ഞാൻ ഇന്ന് പറയാൻ എനിക്ക് ഇന്ന ജോലിയിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ അതെനിക്ക് തന്നിരിക്കും. ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് MBA ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. MBA ചെയ്താലോ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനുള്ള ആൾക്കാർ എന്നെ പിറ്റേ ദിവസം തൊട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ അവരടുത്ത് പറഞ്ഞു, എന്തൊക്കെ ആവശ്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ച്, അഡ്മിഷൻ്റെ കാര്യമാണെങ്കിലും ലോണിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഞാൻ പറയുന്ന രീതിയിൽ അവരെനിക്ക് റെഡിയാക്കി തന്നു. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ട് MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജോലിയുടെ വർക്ക് ലോഡും കുറഞ്ഞു, പക്ഷെ പഠനവും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം വളരെ സ്മൂത്തായിക്കൊണ്ട് പോയേക്കാണ്. പിന്നെ ഞാൻ ആഗ്രഹം കൂടി പറഞ്ഞു, ഈ ലോൺ അടയ്ക്കാനുള്ള സാമ്പത്തികം എന്തെങ്കിലും രീതിയിൽ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ അപ്പയും അമ്മേനെയും എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കേണ്ട. അതുകൊണ്ട് ഈശോ എനിക്ക് എങ്ങനെയെങ്കിലും ആ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ് അതേപോലെ തന്നെ ഇതുവരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല.
എൻ്റെ ജോലിയും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, എൻ്റെ പഠനവും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ ജനുവരിയിലാണ്. എൻ്റെ പേര് ജിനി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ചേച്ചിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ 2022 ജനുവരിയിലാണ്. എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച ഒരു അനുഗ്രഹത്തെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് 3 വയസ്സുണ്ട്. അവന് ശക്തിയായൊരു പനി വന്നു കഴിഞ്ഞ മാസം. മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറെ കാണിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ അത് കൂടാതെ അവന് 2 പ്രാവശ്യം ഫിക്സ് വരികയും ചെയ്തു. പിന്നെ അവന് വായിൽ നിന്ന് തൊലിയെല്ലാം പോയി, വെള്ളമൊന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഡോക്ടർ അവനെ അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൽ അവന് കോവിഡ് വന്നു പോയതിൻ്റെ അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ അണുബാധയുണ്ടായാൽ അവയവങ്ങൾക്കെല്ലാം ബാധിക്കാമെന്നും അതുകൊണ്ട് കൂടിയ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ കൊച്ചിന് അവയവങ്ങളിൽ അണുബാധയുണ്ടെങ്കിൽ കുറെ കൂടി നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും അതിന് ചിലവുകൾ ഏറെ ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിലായി. കാരണം ഭർത്താവിന് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം പരിശുദ്ധ അമ്മയോട് എടുത്തിരുന്ന ഉടമ്പടി മാത്രമായിരുന്നു. ചേച്ചി കുഞ്ഞിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കുഞ്ഞിന് വളരെ ഗുരുതരമായ അവസ്ഥയാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പേടിക്കേണ്ട, നീ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, മാതാവ് അവനെ കാത്തുകൊള്ളും, അവനൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കാതിരുന്നിട്ട് കൂടി ചേച്ചി ഹോസ്പിറ്റലിൽ വന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് അവൻ വിശ്വാസപ്രമാണം ചേച്ചി വന്നത് ഉടമ്പടി തൈലവുമായിട്ടാണ് ചേച്ചി വന്നത്. കുഞ്ഞിനെ കയ്യിലെടുത്ത് അവന് വായിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഒഴിച്ചു കൊടുത്തു. പിന്നെ അവൻ്റെ ദേഹം മൊത്തം ചുവന്ന് തടിച്ച് പൊന്തിയിരിക്കുകയായിരുന്നു. അത് കാരണം ചേച്ചി അവൻ്റെ ദേഹം മൊത്തം മാതാവിൻ്റെ തൈലം പുരട്ടുകയും ചെയ്തു. പെട്ടെന്ന് കുഞ്ഞിന് അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും നേർന്നു. പെട്ടെന്ന് കുഞ്ഞിനൊരു ഉണർവ് വരികയും അവന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിക്കുകയും ചെയ്തു. പിന്നെ പിറ്റേന്ന് അന്ന് രാത്രിയിൽ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം തോന്നി. ഒരു തണുത്ത കാറ്റ് വീശുകയും മുല്ലപ്പൂവിൻ്റെ നല്ല വാസനയും ഉണ്ടായിരുന്നു. എൻ്റെ ദേഹമാസകലം പൂത്തു കയറുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേന്ന് ദിവസം ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയമായി എൻ്റെ മകനെ കണ്ടപ്പോൾ. കാരണം അവൻ്റെ ദേഹത്ത് തടിച്ചു പൊങ്ങിയ പാടെല്ലാം മാറിയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്കിലും നമുക്ക് ബ്ലഡിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു. അവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അവയവങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. ചികിത്സ നമുക്ക് ഇവിടെ തന്നെ തുടരാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 9 ദിവസത്തിന് ശേഷം കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഞങ്ങൾ ഡിസ്ചാർജായി. ഇത് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ ഭർത്താവിന് 3 വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷം 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. ഭർത്താവിന് ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഭർത്താവിനൊരു ജോലിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു. അതെനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ മകനും ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു, അവനും ജോലി കിട്ടി. പിന്നെ 2 വർഷം മുമ്പ് എൻ്റെ മകള് ഒരു യാത്രയിൽ ഫിക്സ് വന്ന് വീണായിരുന്നു. അപ്പോൾ അവൾക്ക് പനിയില്ലാതെ വന്നതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായി. ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥയാഴ്ച അപേക്ഷിച്ചു. അവളുടെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. ഞങ്ങളുടെ പ്രാർത്ഥന മാതാവ് കേട്ടു. അവൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇതിന് ശേഷം അവൾക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല. എല്ലാത്തിനും ദൈവത്തിന് നന്ദി, ഈശോയ്ക്ക് മാതാവിന് നന്ദി. എൻ്റെ പേര് റോസ് ജിനു, പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ 2018 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. സെപ്റ്റംബർ 2018 ആദ്യത്തെ പ്രെയർ കൂടി. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ 2019 സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഒരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാതാവ് ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ ഇവർ ജനിച്ചത് 6.5 മാസമായപ്പോഴത്തേക്കുമായിരുന്നു സിസേറിയനിലൂടെ. അപ്പോൾ 1 കിലോയിൽ താഴെ മാത്രമാണ് വെയിറ്റ് ഉണ്ടായിരുന്നത് ഇവർക്ക്. ജനിച്ച ഉടനെ തന്നെ ഇവരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ലോക്ക്ഡൗണിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാണിച്ചിരുന്ന ഹോസ്പിറ്റൽ പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ദൂരമുള്ള വേറൊരു ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത് ഇവരെ ഡെലിവറി ചെയ്തത്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് പാല് കൊടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഞാനപ്പോൾ വെളുപ്പിനെ എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ എന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ESA വഴി എനിക്ക് ESA ഉണ്ട്, അപ്പോൾ അതുവഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആരോ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നേച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അത് ട്രൈ ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ESA വഴി ലൂർദ് ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യാനും അന്ന് അഡ്മിറ്റ് ചെയ്ത് അന്ന് തുടങ്ങി 1.5 മാസത്തോളം കുട്ടികൾ ഹോസ്പിറ്റലിൽ കിടന്നു. അതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഫുള്ള് ഫ്രീ ആയിട്ട് മാതാവ് ഞങ്ങൾക്ക് ESA വഴി ആക്കി തന്നു. പിന്നെ ഇവർ ജനിച്ചപ്പോഴത്തേക്കും ഇവർക്ക് കണ്ണിന് ചെറിയ വളർച്ചയുടെ പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ അവരുടെ 3 പേരുടെയും കണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണ വളർച്ച എത്തിച്ചു തന്നു. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെർണിയയുടെ ഇഷ്യൂ ഉണ്ട്, ഇവർക്ക് 3 കിലോ ആവുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. 2 പേർക്കും ഉണ്ടായിരുന്നു ഹെർണിയയുടെ ഇഷ്യൂ. അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനോട് ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഇടവരുത്തല്ലേ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഡോക്ടേഴ്സ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഇതും പറയാൻ ഇടവരുത്തണേ മാതാവേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 കിലോ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഓപ്പറേഷൻ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. 5 കിലോ ആയപ്പോഴത്തേക്കും ഹെർണിയ നല്ലോണം കുറയും. പിന്നെ അവർ നീന്തി തുടങ്ങിയപ്പോൾ ഹെർണിയ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ഇപ്പോൾ 2 വയസ്സായി ഇവർക്ക് ഇതുവരെ അതിൻ്റെ ഒരു ഇഷ്യൂവും ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് ആഷ്ലിൻ മരിയ റെജി. ഞാൻ കോട്ടയം ജില്ലയിലെ നീർപ്പാറ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് കരിപ്പാടം ഇടവകയുടെ ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 1, 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, ഇപ്പോൾ 2nd ഇയർ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ നിയോഗമായിട്ട് എഴുതിയത് എൻ്റെ പരീക്ഷയിലെ ഉന്നത വിജയത്തെ പറ്റിയിട്ടായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തത്. ഡിസംബറിൽ തന്നെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഞങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ഇരിക്കെ ജനുവരിയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നായിരുന്നു. കോളേജ് ഫുൾ കോവിഡ് വന്ന് ഞങ്ങൾക്ക് ആർക്കും എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര ബോഡി പെയിൻ, ചുമ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല ബാംഗ്ലൂരുള്ള മിക്ക കോളേജുകാർക്കും കോവിഡ് അഫക്റ്റഡ് ആയിരുന്നു അവരെല്ലാവരും. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഹോപ്പ് കിട്ടിയായിരുന്നു, ഞങ്ങളുടെ എക്സാം മാറ്റി വെക്കും, ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോപ്പ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നതിലും വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ശരിക്കും. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം ഒരു 4ാമത്തെ മീറ്റിംഗ് യൂണിവേഴ്സിറ്റി ബോർഡുകാർ നടത്തി. 4ാമത്തെ മീറ്റിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞു എക്സാം ഡേറ്റ് മാറ്റത്തില്ല, സെയിം ഡേറ്റിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു.
ഞങ്ങളാരും ഒന്നും പഠിച്ചിട്ടില്ല, തുടങ്ങിയിട്ട് പോലില്ല. അപ്പം വീട്ടിൽ ചോദിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പറയും പഠിച്ച് തീർത്തു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പഠിച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു. അപ്പം ഫെബ്രുവരി 1-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ന്യൂട്രീഷൻ ആയിരുന്നു എക്സാം. ആ എക്സാമിനൊന്നും പകുതി ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടായിരുന്നു. ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊന്നും മര്യാദയ്ക്ക് എഴുതാൻ പോലും പറ്റിയില്ലായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് എഴുതിയാലും നിങ്ങൾ വിട്ടുപോകരുതൊന്നും, എല്ലാം അറ്റൻഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് അറ്റൻഡെങ്കിലും ചെയ്യണം, ഒന്നും എഴുതാതെ വിടരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എക്സാമിൻ്റെ ടൈമും കിട്ടിയില്ല, മര്യാദയ്ക്ക് എഴുതാനും പറ്റില്ല, എനിക്ക് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാനും പറ്റില്ല. ആകെ ഞാൻ മര്യാദയ്ക്ക് എഴുതിയിരുന്ന എക്സാം എന്ന് പറയുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ മാത്രമായിരുന്നു. ബാക്കി ഒന്നും എനിക്ക് ശരിക്കും എഴുതാൻ പോലും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴാണെങ്കിലും ഞാൻ കാശ് രൂപ ഇട്ടിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് എൻ്റെ ഓരോ എക്സാമിനും. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബുക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ച് പഠിക്കുമായിരുന്നു. എക്സാമിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ഉടമ്പടി തൈലം പേരിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാം ഹാളിൽ കയറിയിരുന്നതും കൊടുക്കാൻ നേരത്തും അതുപോലെ തന്നെയായിരുന്നു, എക്സാം ഷീറ്റ് കൊടുക്കാൻ നേരത്തും. അപ്പം ഓരോ എക്സാം കഴിയുമ്പോഴാണെങ്കിലും ഞാൻ പ്രതിഷേധ പ്രാർത്ഥന വേണ്ടിയിട്ട് ഞാൻ എഴുതിയ പേപ്പറും എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നവരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.